ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 552 എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകവും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം വരെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇസ്രായേൽ മക്കളുടെ യാത്രയാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആ സഞ്ചാരം, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നതായ ചില സംഭവ വികാസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്താവിഷയം. ദൈവം അനുവദിച്ചാൽ ഇന്നു മുതൽ നമുക്ക് 19-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദ നേഷൻ ഓഫ് ഇസ്രായേൽ കംസ് ടു മൗണ്ട് സിനായ്. സീനായ് പർവ്വതത്തിൽ എത്തുന്ന ഇസ്രായേൽ മക്കളുടെ ഗണത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ലെസൺസ് ഫ്രം ദ പ്രില്യൂഡ് ടു ദ 10 കമാൻഡ്മെൻറ്റ്സ്. 10 കൽപ്പനകൾ കൊടുക്കുന്നതിന് മുമ്പുള്ളതായ ചില ആമുഖമായ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പറയുന്നത്, ഐ ആം റിവീൽഡ്, ഞാൻ നിങ്ങളുടെ മുമ്പാകെ എന്നെ തന്നെ പ്രദർശിപ്പിക്കുന്നു, എന്നെ തന്നെ ഞാൻ കാണിച്ചു തരുന്നു. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവം ഇസ്രായേൽ മക്കൾക്ക്, മോശയ്ക്കും പ്രകടമാകുന്ന ഒരു രംഗമാണ് ഈ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ 2 ഭാഗമായിട്ട് നമുക്ക് വിഭജിക്കാം. 1 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിൽ കമ്മിങ് ടു ദ മൗണ്ടൻ, ആ പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ് അവിടെ നാം കാണുന്നത്. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നതായ ജനങ്ങളെ, ആ ജനങ്ങളുടെ സാന്നിധ്യം നമുക്ക് ആ ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ 16 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഗോഡ്സ് പ്രസൻസ് ഓൺ ദ മൗണ്ടൻ. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ പർവ്വതത്തിൽ, സീനായ് പർവ്വതത്തിൽ നാം കാണാം. ഇസ്രായേൽ മക്കൾ സീനായ് പർവ്വതത്തിലേക്ക് വരുന്ന രംഗം 1 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിലും അതുപോലെ തന്നെ 16 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളിൽ ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മലയിലേക്ക് വരികയാണ്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവർ ഈ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 2 മാസത്തോളം ആയ സമയത്താണ് ഇവർ സീനായി മലയിൽ ചെല്ലുന്നത്. അവർ ദൈവത്തിൻ്റെ ആ വിടുതൽ, ഈജിപ്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് അവരെ വിടുവിക്കുന്നത് ദൈവം കാണിച്ചു കൊടുത്തു. മിസ്രയീമിൽ നിന്നുള്ളതായ പുറപ്പാടിന് ശേഷം അവർക്ക് ദൈവത്തിൻ്റെ നിയന്ത്രണം, ദൈവത്തിൻ്റെ നടത്തിപ്പ് അവരുടെ എല്ലാ വഴികളിലും ഉണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം അവർക്ക് ചെങ്കടലിൽ വെച്ച് ദൈവത്തിൻ്റെ മഹത്വമാർന്ന ആ വിജയം അവരുടെ കൺമുമ്പിൽ അവർ കണ്ട് മുൻപോട്ട് വരികയാണ്. പിന്നെ നാം കാണുന്നത്, അവിടെ നിന്ന് വന്നപ്പോൾ അവർക്ക് വളരെ വളരെ അഗോചരമായ രീതിയിൽ ദൈവത്തിൽ നിന്നുള്ളതായ ദാനം ലഭിച്ചു. ഭക്ഷിപ്പാനുള്ളതായ ആഹാരവും സ്വർഗത്തിൽ നിന്ന്. മാത്രമല്ല, മാറയിലെ വെള്ളം മധുരമാക്കി കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു. അങ്ങനെ വലിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു. പിന്നെ നാം കാണുന്നത്, പ്രാർത്ഥനയോടുള്ള അവർ അമാലേക്യരോട് യുദ്ധം ചെയ്തപ്പോൾ അവർക്ക് വലിയൊരു വിജയം
അമാലേക്കിൻ്റെ മേൽ ദൈവം കൊടുത്തു. അങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരം കണ്ടുകൊണ്ട് ഇപ്പോൾ ഇവർ മൗണ്ട് സീനായി പർവ്വതത്തിൽ അല്ലെ ഹോരേബ് പർവ്വതത്തിൽ അവരിപ്പോൾ ആയിരിക്കുകയാണ്. ഇനിയുമുള്ള അനേക കാര്യങ്ങൾ ഈ ഹോരേബ് പർവ്വതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഏതാണ്ട് 57 അധ്യായങ്ങളിൽ പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകത്തിൻ്റെ 10-ാം അധ്യായം വരെയും നീണ്ട 57 അധ്യായങ്ങളിൽ വലിയവനായ ദൈവം ഇസ്രായേൽ മക്കളോട് ഇടപെടുന്ന ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമാണ് ഹോരേബ് പർവ്വതം അല്ലെങ്കിൽ സീനായി മല എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ദൈവം അവർക്ക് 10 കൽപ്പനകൾ കൊടുക്കുന്നത്. ആ കൽപ്പനകൾ കൊടുക്കുന്നതിന് മുമ്പുള്ളതായ പൃഷ്ഠഭൂമിയാണ് ഈ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം ഇസ്രായേൽ മക്കളെ എത്രയോ അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ നിയമങ്ങളും പദ്ധതികളും ഒക്കെ കൊടുത്ത് അവരെ സ്വന്തം ജനമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം തിരുച്ചെങ്കിലെ രക്തം മുഖാന്തരമായിട്ട് വീണ്ടെടുത്ത് ഇന്ന് ഈ മരുഭൂമി യാത്രയിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. നാം ആ പുത്തൻ യെരൂശലേമിലേക്ക് ഉള്ള യാത്ര, സ്വർഗത്തിലേക്കുള്ള യാത്ര, ആ യാത്രയിൽ വേണ്ടുന്നതായ നിയമങ്ങളും കാര്യപരിപാടികളും ഒക്കെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ മുൻപോട്ടുള്ളതായ ജീവിതം. അങ്ങനെ ദൈവത്തിൻ്റെ അദൃശ്യമായ കരവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവവചനവും നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് പോയതുപോലെ നമുക്കും സ്വർഗീയ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ ഈ സംഭവങ്ങളൊക്കെ നമ്മളെയും ഉത്തേജിപ്പിക്കേണ്ടതിന് വേണ്ടി ആ ഉത്തേജനത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.